ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇഷിതും മഹേഷും കൂടി ആ ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്. ഇനി അവർ തമ്മിൽ ഒരിക്കലും പിരിയില്ല. ഇനിയുള്ള ജീവിതം പരസ്പരം വിശ്വാസത്തോട് കൂടിയിട്ടും പരസ്പരം ഐക്യത്തോടു കൂടി തന്നെ പോകാൻ വേണ്ടി ഇഷിതയെ മഹേഷ് അങ്ങനെ കൈകോർത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ. മഹേഷിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. മഹേഷ് വണ്ടി വെച്ചിട്ട് ഇഷിതോട് ചോദിക്കണ്ട്, സത്യം തനിക്ക് എന്നോട് കുറച്ചുപോലും ദേഷ്യമൊന്നും ഇല്ലേടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഞാൻ മഹേഷിനോട് തുറന്ന് സംസാരിക്കുമല്ലോ. ഞാൻ അങ്ങനെ ഉള്ളിലൊരു വെച്ചിട്ട് പുറത്ത് വേറൊന്നും സംസാരിക്കുന്ന ഒരാളാന്ന് മഹേഷിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇതിനെ മഹേഷ് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്? പക്ഷെ ഒരു പിണക്കമുണ്ട്. മഹേഷിനോട് പറയായിരുന്നു സത്യങ്ങളൊക്കെ. കല്യാണത്തിന് കഴിഞ്ഞിട്ടെങ്കിലും എന്നോട് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പറയായിരുന്നു. എടോ, പറയാൻ പല പ്രാവശ്യം തോന്നിയതാണ്. പക്ഷെ താൻ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. താനും എന്നെ ചുപ്പിനെ ഉപേക്ഷിച്ചു പോകുന്നുള്ള പേടിയായിരുന്നു എനിക്ക്. വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു അമ്മക്കും അച്ഛനും. ഇതിന്റെ പേരിൽ അച്ഛന്മാര് തമ്മിൽ വഴക്കായോ എന്ന് ഈഷിത ചോദിക്കുമ്പോ മഹേഷ് പറയുന്നുണ്ട്, അതെ, അച്ഛന്മാര് തമ്മിൽ ചെറിയൊരു വഴക്കായി, വേറൊന്നല്ല. അച്ഛൻ മാഷിനോട് പറഞ്ഞപ്പോ മാഷ് കുറച്ചൊന്ന് പൊട്ടിത്തെറിച്ചു. അത് ആരാ? മാഷല്ലേ. മാഷിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും പൊട്ടിത്തെറിക്കോലോ ഇഷിത. കാരണം സ്വന്തം മോളുടെ ജീവിതമല്ലേ. അതുകൊണ്ട് മാഷ് ചെയ്തത് ഒട്ടും തെറ്റൊന്നായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛനും അങ്ങനെ തന്നെയാണ്. അച്ഛനാണെങ്കിലും മാഷിന്റെ മുഖത്തൊക്കെ ഇപ്പൊ മടിയും ചമ്മലൊക്കെ ആയിട്ട് പുറത്തു പോലും ഇറങ്ങുന്നില്ല. അതൊക്കെ നമുക്ക് മാറ്റാന്നേ എന്ന് ഇഷിത പറയുന്നുണ്ട്. അവരതിനുശേഷം ഫ്ലാറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇഷിത പറയുന്നുണ്ട്, മഹേഷ് ഒന്ന് നടന്നോ, ഞാനൊന്ന് വീട്ടിൽ കയറിട്ട് വരാം. ഞാനും കൂടി വരാടോ എന്ന് പറയണം. അങ്ങനെ ഇഷിതയും മഹേഷും വാതിലില് ബെല്ലടിക്കുമ്പോഴേക്കും മാഷാണ് വാതിൽ തുറക്കണത്. ആഹാ, ദേ പ്രിയാമണി, ഇത് ആരാ വന്നിരിക്കണം നോക്കി. ആഹാ, കൊള്ളാലോ. മോനെ വാ ഇരിക്ക്, മോളെ വാ ഇരിക്കുന്നു പറയണം. അപ്പൊ ഇഷിത പറയണ്ട്, അപ്പൊ രണ്ടുപേർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. സന്തോഷ വാർത്ത? അതെന്താ എന്ന് ചോദിക്കുകയാണ് പ്രിയാമണി. അതോ, എനിക്കിപ്പോ ഒരു മോളുണ്ട്. അത് ആരാണെന്ന് അറിയാലോ അല്ലേ? അറിയാം, ചിപ്പി മോള്. അത് നിന്റെ മാത്രല്ല, നമ്മുടെ എല്ലാവരുടെയും പൊന്നു മോളല്ലേ? അതെ, ഇപ്പൊ എനിക്കൊരു മോന് കൂടിയുണ്ട്. മോനോ? നീ എന്തൊക്കെയാ ഇഷിത പറയണത്? ഹോസ്പിറ്റലിൽ കിടന്ന ആ കുട്ടിയുടെ കാര്യമാണ് നീ പറയണത്? ഇഷാദ് എന്തോ കുട്ടിയുടെ പേര്? അതെ, ഇഷാദ്. അവൻ എന്റെ മോനാണ്. എന്തൊക്കെ ഇഷിത നീ പറയണത്? സത്യം പറ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ ഇഷിത പറയണ്ട്, അമ്മേ, ആ ഇഷാദ് ആരാണെന്ന് അറിയാവോ? അവന്റെ ശരിക്കുള്ള പേരാണ് ആദിത്യൻ എന്നാണ്. ആദിത്യൻ മഹേഷ് ചന്ദ്രൻ. ഇപ്പൊ നമുക്ക് മനസ്സിലായോ? ആദിത്യൻ മഹേഷ് ചന്ദ്രൻ. മഹേഷിന്റെ അതേ അമ്മേ. മഹേഷിൽ രചനയിലുണ്ടായ ആദ്യത്തെ മോൻ ആദിത്യനാണ്. അതിനുശേഷമാണ് ചിപ്പി ഉണ്ടായിരുന്നത്. ആദിത്യൻ രചനയുടെ കൂടെ പോയി, ചിപ്പി ഇവിടെ നിൽക്കുന്നു. അത്ര തന്നെയാന്ന് പറയാണ്. ഇതൊരു സന്തോഷമുള്ള കാര്യമില്ലേ? എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്കൊരു മോൻ കൂടിയുണ്ട്. ചിപ്പിക്കും ഭയങ്കര സന്തോഷമാണ്. അവൾക്ക് എപ്പോഴും പറയും ഒരു ചേട്ടനില്ല, ചേച്ചിയില്ല എന്നൊക്കെ. ഇപ്പൊ ആ പിണക്കവും മാറി. ഇഷാദിനെ എപ്പോഴെങ്കിലും എനിക്ക് സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം പലപ്പോഴും എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. അവനെ പരിചയപ്പെട്ടപ്പോ തൊട്ട് അവൻ നല്ലൊരു മിടുക്കം പയ്യനാ. പിന്നെ രചനയുടെ കൂടെ കൂടിയതിന്റെ ചെറിയൊരു സ്വഭാവ ദൂഷ്യമുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാം. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഇഷാദ് എന്റെ സ്വന്തം ആയിരിക്കാമേ, എന്റെ സ്വന്തം മോൻ എന്നൊക്കെ പറയാണ്. അപ്പൊ മാഷിനോട് നമ്മുടെ മഹേഷ് പറഞ്ഞ, മാഷെ ക്ഷമിക്കണം, ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു. അതൊന്നും കുഴപ്പമില്ലെന്നേ, അതൊന്നും സാരമില്ല. പിന്നെ രാമനാഥൻ ഇപ്പൊ എന്നോട് മിണ്ടുന്നില്ല, ഇങ്ങോട്ട് വരുന്നുമില്ല. രാമനാഥനോട് പറയട്ടോ എനിക്ക് പിണക്കോന്നില്ലെന്ന്. ഞാൻ അങ്ങോട്ടേക്ക് വരണോ? വേണ്ട, സാരില്ല. മാഷും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാ അച്ഛന എന്ന് മഹേഷ് പറയണ്ട്. ശേഷം മഹേഷ് ഇഷിതേ 101 ബെല്ലടിക്കാട്ടോ. സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കണത്. സ്വപ്നവല്ലിക്ക് അപ്പോഴും ഭയങ്കര ടെൻഷനായിട്ട് ഇഷിതനെ കാണുമ്പോ. മോളെ എന്ന് പറയുമ്പോഴേക്കോ മഹേഷ് പറയണ്ട്, അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട. അമ്മ ഇങ്ങനെ വല്ലാതെ വെപ്രാളപ്പെടുന്നു വേണ്ട. ഇഷിത എല്ലാത്തിനും ഓക്കെയാണ്. ഇയാള് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ വേറൊരു വലിയ ട്വിസ്റ്റ് ഉണ്ട് അമ്മേ. അതെന്താടാ മോനെ? അച്ഛനും കൂടി വാ, അച്ഛനോട് കേൾക്കേ പറയേണ്ടതാണ്. അതെ, ഇയാള് നമ്മുടെ ഇഷാദിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കിടത്തിയ കുട്ടിയല്ലേ? ഓർമ്മശക്തി കിട്ടിയപ്പോ തിരിച്ചുപോയ ആ കുട്ടി. അതെ, ആ കുട്ടി ആരാണെന്ന് അച്ഛനും അമ്മക്ക് അറിയാവോ? ഇല്ല. അത് നമ്മുടെ ആദിത്യനാണ്. നമ്മുടെ ആദിയോ? അതെ, നമ്മുടെ ആദി തന്നെയാണ് അത്. ആദിനെ വണ്ടി ഇടിച്ചിട്ട് പോയത് ആരാന്നറിയാവോ? ആകാശ്. ശേഷം ഇഷിതയുടെ കണ്ണിൽ പെടുകയും ഇഷാദാണ്, ഇഷാദ് എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ട് ഇയാളാണ് അവനെ ചികിത്സിക്കുന്നുണ്ടായിരുന്നത്. ഇയാളായിരുന്നു ആ സമയത്തെല്ലാം അവന്റെ സ്വന്തം അമ്മ. ആ സമയത്ത് സ്വപ്നയുടെ കണ്ണ് നിറയാട്ടോ. മോളെ, നീ വലിയ മനസ്സാണ് നിനക്കെന്നൊക്കെ പറയാണ്. അമ്മേ, മതി അമ്മ, കരഞ്ഞ് കൊളമാക്കണ്ട കേട്ടോ. അമ്മ പഴയ പോലെ തന്നെ കുറച്ചൊരു എന്താ പറഞ്ഞത്, അമ്മായിമ്മ പോലെയൊക്കെയുള്ള അമ്മയാവണത് നല്ലത്. അല്ലെങ്കിൽ സ്നേഹിച്ച് എന്നെ കൊന്നു കളയും അമ്മ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഒരു ഭയങ്കര ജോളിയൊക്കെ ആവാട്ടോ. അപ്പൊ ഇഷിത പറയണ്ട്, അച്ഛാ ദേ എന്റെ അച്ഛനോട് പിണക്കൊന്നും വേണ്ട കേട്ടോ. അച്ഛൻ പൊട്ടിത്തെറിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു. അത് കാര്യത്തിലൊന്നും എടുക്കണ്ട എന്ന് പറയാണ്. രാമനാഥൻ പറയണ്ട്, മോളെ, അത്
നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അത്രക്കും ഒരു വഞ്ചനയല്ലേ ഞങ്ങൾ ചെയ്തത്. അതൊന്നും സാരില്ല അച്ഛൻ, എന്തായാലും ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ. ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്കൊരു മോനും കൂടി ഉണ്ട്, മോളും ഉണ്ട്. ഇപ്പൊ 2 മക്കളുണ്ട് എനിക്കെന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷത്തിലായിട്ട് ഇഷിത. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും ഇഷിത കുളിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുമ്പോ ഞെട്ടിപ്പോകാണ്. ദേ മഹേഷ് പൂക്കൾ വെച്ച് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലവിന്റെ സിമ്പിൾ ഒക്കെ വെച്ചിരിക്കുന്നു. അത് കാണുമ്പോ ഇഷിത ചോദിക്കണ്ട്, അല്ല മഹേഷ് ഇതെന്താ ഇത് എന്ന് ചോദിക്കുകയാണ്. വേറൊന്നിനുള്ളൂ, തന്നോടും ശരിക്കും മനസ്സ് തുറന്ന് ഒന്ന് സോറി പറയാൻ പറ്റിയില്ല. താൻ റൂമിൽ എത്തുമ്പോഴേക്കും മനസ്സ് തുറന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. ഐ ആം സോറി ഇഷിത, റിയലി സോറി. ഇനൊരിക്കലും തന്റെ കണ്ണുകൾ നിറയാൻ ഞാൻ ഇടവരുത്തില്ല എന്നൊക്കെ മഹേഷ് സോറി പറയാണ്. ശേഷം ഇഷിത മഹേഷിന്റെ കൈകൾ പിടിച്ച് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. അതേസമയം നമ്മുടെ രചന ഒരു സ്വപ്നം കാണുവാട്ടോ. മഹേഷും ഇഷിതയും കൂടി പിണക്കങ്ങളൊക്കെ മറന്ന് ഇപ്പൊ ഒന്നിച്ചല്ലോ. ഒന്നിച്ചതിന് ശേഷം അവർ രണ്ടിനും കൂടി ആദ്യരാത്രിയൊക്കെ ആഘോഷിച്ച് അവർ ഭയങ്കര പുതിയ ജീവിതത്തിലേക്ക് കടന്നതായിട്ട് രചന ഒരു സ്വപ്നം കാണുവാണ്. സ്വപ്നത്തിൽ നിന്ന് രചന ഞെട്ടി എഴുന്നേക്കാണ്. ആകാശ് ചോദിക്കണ്ട്, എന്തു പറ്റി രചന, എന്താ മൈ ഡാർലിംഗ്, എന്തു പറ്റി, നീ വല്ല ദുസ്വപ്നവും കണ്ടോ? അതെ, ഞാനൊരു ദുസ്വപ്നം കണ്ടു, കാണാൻ പാടില്ലാത്ത ഒരു സ്വപ്നം. എന്താ രചന, എന്താ നീ കണ്ടത്? ആ മഹേഷും ഇഷിതയും ഭയങ്കര സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു. അവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. അവര് ഭയങ്കര സന്തോഷത്തിലാണ്. അവര് ഭാര്യ ഭർത്താക്കന്മാരെ ആഘോഷപരമായിട്ട് ജീവിക്കുകയാണ്. അവരെന്റെ മോനെയും കൂടി തട്ടിയെടുത്തതായിട്ട് സ്വപ്നം കണ്ടത്. അതൊന്നും ഒരിക്കലും നടക്കില്ല. ആദി നിന്നെ വിട്ട് ഒരിക്കലും അവരുടെ കൂടെ പോവില്ല. ആര് പറഞ്ഞു പോവില്ലെന്ന്? അവൻ പോകും. അവൻ വലുതായി വരുന്ന ഒരു പയ്യനാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം അവൻ അയക്കാന് അവൻ പോകും. എനിക്ക് തോന്നുന്നത് അവൻ കുറച്ചുകൂടി പ്രായം അയക്കാന് അവന് കാര്യങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. ആകാശ് അവനോട് കാണിച്ച നെറികേടും ഞാൻ അവനോട് പറഞ്ഞ നുണകളൊക്കെ അവൻ നാളെ ഒരിക്കൽ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കാമെങ്കിൽ അവൻ തീർച്ചയായിട്ടും മഹേഷിന്റെ കൂടെ പോകും. എനിക്കെല്ലാം നഷ്ടപ്പെടും. ആകാശിനെ നഷ്ടപ്പെടും, മോനെ നഷ്ടപ്പെടും. എല്ലാം നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമാണല്ലോ. എന്നെ തനിക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ലടോ. എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്തത് ഇപ്പൊ ആകാശിനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രചന ആകെ വിഷമത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദിയാണെന്നുണ്ടെങ്കിൽ വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ശരിയായിട്ട് രചന പറഞ്ഞത്, വലുതാവും തോറും ആദിയുടെ സ്വഭാവം നന്നായിട്ട് മാറും കേട്ടോ. ഇപ്പൊ ആദിക്ക് മറ്റേ ഇഷിതനെ ഭയങ്കര ദേഷ്യമാണല്ലോ. തന്റെ അച്ഛനെ അമ്മനെ അകറ്റിയ ഒരു പെണ്ണ് എന്ന രീതിയിലാണ് ഇഷിതനെ കാണുന്നത്. പക്ഷെ നാളൊരു സമയത്ത് പതുക്കെ പതുക്കെ ആദ്യം വലുതാവും തോറും ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുവാണ്. അങ്ങനെ തന്റെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഇഷിത ആരാന്നും ഇഷിത തന്നെ എത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്നും എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആദ്യം തിരിച്ചറിയാട്ടോ. അങ്ങനെ ആദ്യം തിരിച്ചറിയുമ്പോഴേക്കും ആദ്യം ഇഷിതയുടെ അതുപോലെ തന്നെ നമ്മുടെ മഹേഷിന്റെ കൂടെ പോവുക തന്നെ ചെയ്യും. അതേസമയം നമ്മുടെ വിനോദാണെന്നുണ്ടെങ്കിലോ, വിനോദിനോട് നമ്മുടെ മന്ത്രി ഒരു സംശയം ചോദിക്കുന്നുണ്ട്. അല്ല, ഈ ഇഷിതനെ ഹെൽപ്പ് ചെയ്യണ ആരോ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അത് ആരാ വിനോദ്, നീ എങ്ങാനും ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ തന്നെയാ ഇഷിതനെ ഹെൽപ്പ് ചെയ്യണത്. ഇഷിതനെ ഹെൽപ്പ് ചെയ്യാൻ മാത്രം നിന്റെ ആരാ ഇഷിത എന്ന് മന്ത്രി ചോദിക്കുമ്പോ വിനോദ് പറയണ്ട്, എന്റെ ഏട്ടത്തിയാ ഇഷിത, എന്റെ ഏട്ടനാ മഹേഷ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചിട്ട് പോകാട്ടോ. അത് ആകാശിനും മന്ത്രിക്കൊക്കെ വല്ലാത്ത ഷോക്കാണ്. ആ സമയത്ത് ആകാശം അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് അവരെല്ലാരും മനസ്സിലാക്കണത് മഹേഷിന്റെ അനിയനാണ് വിനോദ് എന്നുള്ള സത്യം. അതോടുകൂടി മന്ത്രിയുടെ പ്രധാന ശത്രു വിനോദായി മാറുവാണ്. വിനോദിനെ എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി മന്ത്രിയും ഒപ്പം ആകാശും ചേർന്ന് ഒരുപാട് പ്ലാനുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന കാഴ്ചകളും കാണുന്നുണ്ട് കേട്ടോ. എന്താണ്, നമുക്ക് കാത്തിരുന്ന് കാണാൻ നല്ല നല്ല ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.